ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചൂരയുടെ മീൻ കറിയാണ്. അപ്പോൾ അതിനായിട്ട് ചെറിയുള്ളി കുറച്ച് എടുത്തിട്ടുണ്ട്, 2 തക്കാളി, കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് പുളി, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, കുറച്ച് കറിവേപ്പില. ഇനി നാളികേരത്തിൻ്റെ പാലുമാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പോവാം വീഡിയോയിലോട്ട്. ചീഞ്ചട്ടി ആക്കാനാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചെറിയുള്ളി പൊടി പൊടിയായിട്ട് അരിഞ്ഞു. അപ്പോൾ ചെറിയുള്ളി പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. തക്കാളി ആ സമയത്ത് അരിയാന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ചതച്ചിട്ടുണ്ട്, വെളുത്തുള്ളിയും ചതച്ചിട്ടുണ്ട്, മല്ലിയില, പുതിനയില, കറിവേപ്പിലയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചൂര ഇവിടെ 600 ഗ്രാമാണ്. പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 1-ാം തേങ്ങാപ്പാലും 2-ാം തേങ്ങാപ്പാലും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള പൊടികളും ഇവിടെ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെളിച്ചെണ്ണ 2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് ഉലുവ, ഇതൊന്നാകുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ടു. ചെറുള്ളി ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കുക. വഴറ്റാനായിട്ട് കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ സ്ലോ ഫ്ലെയിമിലാക്കിയിട്ട് അങ്ങനെ ഇത് വഴറ്റിയൊന്ന് എടുക്കാവുന്നതാണ്. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണ് വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. മൺചീൻ ചട്ടി ആയതുകൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആ സമയത്ത് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുക. ഓരോരുത്തരുടെ കൈവാക്കത്തിനനുസരിച്ച് ഹൈ ഫ്ലെയിമോ സ്ലോ ഫ്ലെയിമിലൊക്കെ ആക്കിയിട്ട് വയ്ക്കാം. ഞാനിതിപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ്. മൺചട്ടി ആയതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. വെളുത്തുള്ളി ഇട്ട് കൊടുത്ത ശേഷം ഞാൻ സ്ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലാക്കുന്നുണ്ട്. ഈ സമയത്ത് എരിവ് ഇത്തിരി ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒരു ഫ്ലേവർ കിട്ടും. പക്ഷേ ഞാൻ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എൻ്റെ മക്കൾക്കധികം എരിവ് പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. എരിവ് നന്നായി കഴിക്കുന്നവർക്ക് അവരുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇത് ഉള്ളി നന്നായി വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കുക. ഈ തക്കാളി ഇട്ട് കൊടുത്ത് ഇത്തിരി നന്നായി ആവശ്യത്തിന് വഴറ്റി കൊടുക്കുക. വെള്ളമായിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക കേട്ടോ. സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അടച്ച് ഒരു 2 സെക്കൻഡ് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കുക. ഇടയ്ക്ക് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ്. അടി പിടിക്കാതെ നോക്കുക. അങ്ങനെ കുറച്ച് നേരം അടയ്ക്കുക, മൂടി അടച്ചു വയ്ക്കുക, പിന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എണ്ണ ഇങ്ങനെ വിടുന്ന സമയത്ത് ഇതിൽ എണ്ണ കാണുന്നുണ്ട് സൈഡിൽ. ഈ സമയത്ത് ആവശ്യത്തിന് മുളക് പൊടി ഞാനിവിടെ 2 ടീസ്പൂൺ
ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. 1 ടീസ്പൂണിൻ്റെ അടുത്ത് കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട്. ഇനി മല്ലിപ്പൊടി ഒരു 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിട്ട് ഇളകാം കേട്ടോ. പച്ചമണം വരെ വറക്കുക. അപ്പോൾ ഇത് അത്യാവശ്യം വറുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അത് മൊത്തം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് വന്ന് തിളച്ച് കയറുന്ന സമയത്ത് നമ്മുടെ പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ടൊപ്പം മീനും ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ആദ്യം നമ്മൾ തിരിട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നോക്കിയ ശേഷം ഇനി ചേർക്കാം. ഒന്ന് ഇളക്കിയിട്ട് ഉപ്പുണ്ടോ നോക്കിയിട്ട് ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനി തിളക്കട്ടെ. ഇനി ഇതിപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ ഫ്ലെയിം ഞാൻ ചുരുക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് വേവിച്ച ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ നന്നായി തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ഇത് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കുക. ഇനി ഇതിനെ വറ്റിച്ചെടുക്കുക. നന്നായി വെട്ടിത്തിളയ്ക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇത്തിരിയും കൂടെ ഒന്ന് വെറ്റി വന്ന ശേഷം നമുക്ക് ആദ്യത്തെ തേങ്ങാപ്പാൽ ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ സമയത്ത് അടി പിടിക്കാതിരിക്കാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അത് അടിയിൽ നിന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഈ സമയത്ത് നമ്മുടെ ആദ്യത്തെ തേങ്ങാപ്പാൽ, 1 തേങ്ങാപ്പാൽ ഒഴിച്ച് തരും. ഇനി ഇത് തിളയ്ക്കാൻ വിടണ്ട. ഇത് ഓഫാക്കുക. ഇത് 200 വേവിലുണ്ട്. ഗ്യാസ് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി. ഇതെങ്ങനെ ഈ സ്റ്റൈലിൽ വെച്ച് കഴിക്കാത്ത ഏതൊരാൾക്കാരും നന്നായി കഴിച്ചു കൂട്ടോ ഈ മീൻകറി. മൂടി വെക്കുന്നതിന് മുമ്പ് കുറച്ച് വെളിച്ചെണ്ണ മതി. ഇതിൻ്റെയൊക്കെ ഫ്ലേവേഴ്സ് വരുമ്പോഴേ അതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുക. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറെങ്കിലും വെച്ച ശേഷം കഴിക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. ഈ ചൂര ആയതുകൊണ്ട് നമുക്ക് ഇളക്കി കഴിഞ്ഞാലും മീൻ പൊടിയില്ല. മത്തിയൊക്കെ ആണെങ്കിൽ ഇത്ര നന്നായി ഇളക്കാൻ പറ്റില്ല. അത് ശ്രദ്ധിച്ചിട്ട് വേണം ഇളക്കാൻ. ഇത് അടച്ച് വെച്ച് ഊണ് കഴിക്കുന്ന സമയത്ത്